കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. Hello everyone, welcome to LearnWise. സോ ലേൺവൈസിന്റെ ഇഗ്നോ ഫോക്കസ് 6.0 ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുൻകാല ചോദ്യ പേപ്പറുടെ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് വെച്ചാൽ പാസ്റ്റ് 5 ഇയേഴ്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഹൈ yield ടോപ്പിക് ഏതൊക്കെയാണ്, ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ജൂൺ TE പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് എനിക്കറിയാം. സോ അതിന് നിങ്ങൾക്ക് ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവും. കാരണം ഇവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ബ്ലോക്സ്, യൂണിറ്റ്സ്, ടോപ്പിക്സ്, ക്വസ്റ്റ്യൻസ് ഇതെല്ലാമാണ് ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ലേൺവൈസിന്റെ ഇഗ്നോ അൾട്ടിമേറ്റ് അനാലിസിസ് PYQ അൾട്ടിമേറ്റ് അനാലിസിസിന്റെ 6th എഡിഷൻ ആണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ BEGLA 137, BCOMG, അതായത് രണ്ടും ഇംഗ്ലീഷിലെ കോർ പേപ്പർ ആയ തേർഡ് സെമ്മിലെ ഇംഗ്ലീഷിലെ BA അഥവാ BCom സ്റ്റുഡൻസിനും ഈക്വലി കോർ ആയിട്ടുള്ള ഇംഗ്ലീഷ് പേപ്പർ ആയ ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ ആണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ പേപ്പർ ഞാൻ ഒന്നുകൂടി പറയാണ്, BEGLA 137 ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് PYQA. ഓക്കെ, സോ ഈ ഒരു PYQA നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഇഗ്നോന്റെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ റെഫർ ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ജൂൺ 2022 മുതലുള്ള ഡിസംബർ 2025 വരെയുള്ള, അതായത് ലേറ്റസ്റ്റ് എക്സാം വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടും ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്സ് 2025-26 ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്സും ഒക്കെ എന്താ പറയുക റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് എക്സാം പാറ്റേൺ ഹൈ yield സിലബസ് മാർക്ക്, അതായത് ഏറ്റവും കൂടുതൽ വരുന്ന ടോപ്പിക്സ്, ഏറ്റവും പ്രാവശ്യം ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള എന്താ പറയുക സിലബസിലെ യൂണിറ്റ്സ്, ബ്ലോക്സ്, അതേപോലെ തന്നെ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ്, 2 ഫുൾ സെറ്റ് ഓഫ് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ്, അതായത് ഇനി വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള 2 സെറ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ ഒരു സ്ട്രക്ചർ ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ്, അല്ലെ, ഒരു ആൻസർ എങ്ങനെ എഴുതണം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർഡ് ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റും കൂടിയാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ പുതുതായിട്ട് തുടങ്ങുന്ന ആളാണോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി എക്സാം കഴിഞ്ഞ് റിവിഷൻ ചെയ്യുന്ന ആളാണെങ്കിലും ഈ ഒരു ഗൈഡ് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവും. എക്സാം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിപ്പറേഷനും എക്സാം ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പാനിക് ആവേണ്ടതല്ല, ബട്ട് ഇറ്റ്സ് എ പ്രോസസ്. നമ്മളത് എൻജോയ് ചെയ്ത് ഫോക്കസ് ചെയ്ത് കാം ആയിട്ട് വേണം ഡീൽ ചെയ്യാൻ. സോ ലെറ്റ് us walk through this together. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഹൗ ടു യൂസ് ദിസ് ഡെക്ക്, ഇത് നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ ലേൺവൈസിന്റെ സ്റ്റുഡൻസിന് ഇത് ഓൾറെഡി ആപ്പിൽ അവൈലബിൾ ആണ്, ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആണ്. ഇതിന് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഈ ഒരു ഡോക്യുമെന്റിൽ ഉള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും അതിന്റെ ആൻസേഴ്സിന്റെ ബ്ലൂ പ്രിന്റ്സ് ഇതൊക്കെ ഓൾറെഡി ലേൺവൈസിന്റെ ലേണേഴ്സിന് നമ്മൾ ആപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ ഇവിടെ ഈ ഒരു ഹൗ ടു യൂസ് ദിസ് ഡെക്ക് എന്നുള്ള ഈ ഒരു പാർട്ടില് നമ്മൾ എങ്ങനെ എക്സാമിന് അപ്രോച്ച് ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെ എക്സാം എഴുതണം, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. ഇനി ഈവൻ നിങ്ങൾ ഇപ്പം ഏത് ലെവലിലാണ് നിൽക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ഡോക്യുമെന്റ് യൂസ്ഫുൾ ആവും എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1 എന്താ വെച്ചാൽ സ്ട്രാറ്റജിസ്റ്റ്. ഒരാഴ്ച മുന്നേ ഒക്കെ എക്സാം ഉള്ളൂ, നിങ്ങൾ വെരി ലിമിറ്റഡ് ടൈമിലുള്ള സ്റ്റുഡൻസ് ആണ്, നിങ്ങൾ പ്രിപ്പറേഷൻ ഒക്കെ ഇങ്ങനെ കുറച്ചൊന്നും ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ
എന്തായാലും ഉറപ്പ്, അതായത് വരുമെന്ന് ഉറപ്പുള്ള ആ ഒരു പാർട്ട് നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യാം. അതായത് Day 1 to 2 നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ യൂണിറ്റ് 6 അതായത് നമ്മുടെ ഫിഗർ ഓഫ് സ്പീച്ച് 1 അല്ലെ, സിമിലി, മെറ്റഫർ, മെറ്റോണമി, സിനക്ഡോക്, പെർസോണിഫിക്കേഷൻ, ഈ ഒരു പാർട്ട് നിങ്ങൾ കംപ്ലീറ്റ് നല്ലോണം എന്താ പറയാ തറോ ആക്കി വെക്കുക. ഇതിന്റെ ഷോർട്ട് ഡെഫിനിഷൻസ്, അതേപോലെ ഓരോ ഫിഗർ ഓഫ് സ്പീച്ചിനും ഓരോ എക്സാമ്പിൾസും നിങ്ങൾ അതിനോടൊപ്പം പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി പാർട്ട് 2 ദ ബിൽഡർ. നിങ്ങൾ ഈ ഒരു ബിൽഡിംഗ് സ്റ്റേജിലാണ്. 2 to 3 വീക്സ് ഉണ്ട് എക്സാമിന്. നിങ്ങൾ ഓൾറെഡി പഠനമൊക്കെ കഴിഞ്ഞു, ബട്ട് റിവിഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ week 1 നിങ്ങൾ ഹൈ ഈൽഡ് ടോപ്പിക്സ് നന്നായിട്ട് പഠിക്കുക. ഹൈ ഈൽഡ് ടോപ്പിക്സ്, അതായത് ആ ഒരു യൂണിറ്റ് നിങ്ങളുടെ SLMൽ കൊടുത്തിട്ടുള്ള ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ആ ഒരു ടോപ്പിക് ഏതാണെന്ന് ഫോക്കസ് ചെയ്യുക. അതായത് ഫിഗർ ഓഫ് സ്പീച്ചും സ്ട്രക്ചർ വേർഡ്സും, ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടുവന്നിട്ടുള്ളത്, ഏറ്റവും പ്രാവശ്യം ഇത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സെഷൻ നിങ്ങൾ ആ ഒരു ബ്ലോക്കും യൂണിറ്റും ഒക്കെ നിങ്ങൾ നല്ലോണം തറോ ആക്കുക. ഇനി പാർട്ട് 3 ദ സ്കോളർ, അതായത് നിങ്ങൾ ഫുൾ സെമസ്റ്റർ അപ്രോച്ച്, അതായത് നിങ്ങൾ ഓൾറെഡി ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു, നിങ്ങളൊരു ഡിസ്റ്റിങ്ഷൻ ആണ് എയിം ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ല സ്കോർ ആണ് എയിം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓൾറെഡി ഈ ഒരു എക്സാമിനുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ഒരു റിവിഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ബ്ലോക്ക് ബൈ ബ്ലോക്ക് നന്നായിട്ട് വായിക്കുക. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള നോട്ട് കാർഡ്സ് പ്രിപ്പയർ ചെയ്യുക. എല്ലാ ലിറ്റററി ഡിവൈസസിനും ഓർത്ത് വെക്കാനുള്ള ചെറിയ ചെറിയ പോയിന്റ്സ് എഴുതിയിട്ടുള്ള നോട്ട് കാർഡ്സ് പ്രിപ്പയർ ചെയ്യുക. അതിൽ നിങ്ങൾ എക്സാമ്പിൾസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു കാര്യം മനസ്സിലേക്ക് വരുന്ന രീതിക്കുള്ള ചെറിയ ഷോർട്ട് പോയിന്റ്സ് ഒക്കെ എഴുതിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാം. അതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് മാറും. ഓക്കെ, ഇനി നമുക്ക് എക്സാം പാറ്റേൺ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ അതിനെ ബേസ് ചെയ്തിട്ട്, അതായത് ഈ ഒരു ഡിസംബർ 2025 വരെയുള്ള ക്വസ്റ്റ്യൻസ്, 22 മുതൽ 25 വരെയുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെഷന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ എക്സാം പാറ്റേൺ, അതായത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം 100 മാർക്കിനാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. 3 മണിക്കൂർ എക്സാം ആണ്. 9 മുതൽ 10 ക്വസ്റ്റ്യൻസ് വരെ ഉണ്ട്. ഈച്ച് ക്വസ്റ്റ്യൻസിന് 10 മാർക്ക് വീതമാണ് ഉള്ളത്. ഇതിൽ ഓൾറെഡി നമ്മൾക്കറിയാം ഓൾമോസ്റ്റ് എല്ലാ എക്സാംസിനും ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ് അല്ലെ. അതില് 10 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 5 സബ് ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും 5 സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത് റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഇനി ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4, 5, 8 അല്ലെങ്കിൽ 9 ഒക്കെ ആയിട്ട് വരുന്നത് നമ്മുടെ ലിറ്റററി ഡിവൈസസ് ഒന്നെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ. അത് എപ്പോഴും 2 തവണയെങ്കിലും ഓരോ പേപ്പറിൽ 2 പ്രാവശ്യത്തെ ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യന് ഏതെങ്കിലും ഒരു ലിറ്റററി ഡിവൈസസ്, ഏതെങ്കിലും 2 ലിറ്റററി ഡിവൈസസിനെ കുറിച്ചിട്ടുള്ള ഡെഫിനിഷനോ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് എഴുതാനും വന്നിട്ടുണ്ട്. ഇനി കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ് ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ഫിഗർ ഓഫ് സ്പീച്ച് അപ്പിയർ ഇൻ ഓൾമോസ്റ്റ് എവറി സെഷൻ അല്ലെ. ആ ഒരു ഐഡന്റിഫിക്കേഷൻ അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യുക, അതായത് ഒരുപാട് സെന്റൻസ് തന്നിട്ട് അതിൽ ഏത് ഫിഗർ ഓഫ് സ്പീച്ച് ആണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അത് എക്സ്പ്ലെയിൻ ചെയ്യാനും വിത്ത് എക്സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ട്. 5 സെന്റൻസ്, യൂഷ്വലി 5 സെന്റൻസ് തന്നിട്ട് ഈ 2 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഇത് എക്സാം പേപ്പറിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ്. എന്തൊക്കെ ഒരു എക്സാം പേപ്പറിൽ അല്ലെങ്കിൽ എക്സാം പേപ്പറിന്റെ സ്ട്രക്ചർ ആണ്, അതായത് ഒരു എക്സാം പേപ്പറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. 10% റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അത് ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും, അതിന് 10 മാർക്ക് ഉണ്ടാവും. ഇനി നെക്സ്റ്റ് വൊക്കാബുലറി 15%, ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് എന്തായാലും ഈ ഒരു വൊക്കാബുലറി പാർട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. സഫിക്സ്, പ്രിഫിക്സ്, ഇഡിയംസ് ഈ ഒരു പാർട്ടിൽ നിന്നും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഐഡന്റിഫൈ ഫിഗർ ഓഫ് സ്പീച്ച്, അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ 1 to 2 ക്വസ്റ്റ്യൻസ് അതിൽ നിന്നും വന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ചെയ്യുക ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതും 15% ആണ്. ഇനി ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 30% ആണ്. അതായത് ഒരു 3 to 4 അല്ലെങ്കിൽ 2 to 3 ക്വസ്റ്റ്യൻസ്, 2 to 4 ക്വസ്റ്റ്യൻസ് എന്തായാലും ഈ ഒരു ഗ്രാമർ പാർട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ആർട്ടിക്കിൾസ്, പ്രിപ്പോസിഷൻസ്, മോഡൽസ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നുണ്ട്. എക്സാം പേപ്പറിൽ എന്തായാലും അത് ഉണ്ടാവും. ഇനി ഡിഫൈൻ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്, ലിറ്റററി ഡിവൈസസിന്റെ ഡെഫിനേഷനോ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് എഴുതാനോ അതും ഒരു 2 to 4 ക്വസ്റ്റ്യൻസ് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു 9 to 10 ക്വസ്റ്റ്യൻസ് ആണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. ഒരു 1 to 2 ക്വസ്റ്റ്യൻസ് വൊക്കാബുലറിനെ ബേസ് ചെയ്തിട്ടും ഐഡന്റിഫൈ ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനും ഉണ്ടാവും. ബാക്കി ക്വസ്റ്റ്യൻസ് എന്താണ്, ബാക്കി ഒരു 2 to
3 അല്ലെങ്കിൽ 2 to 4 ക്വസ്റ്റ്യൻസ് എന്തായാലും ഗ്രാമർ പാർട്ടിന്നും അതുപോലെ ഡിഫൈൻ ലിറ്ററൽ ഡിവൈസസിനെ കുറിച്ചുള്ള ഡെഫിനിഷനും ഷോർട്ട് നോട്ടിനും ബേസ് ചെയ്തിട്ട് കണ്ടുവരുന്നുണ്ട്. ഇനി നമുക്ക് ഹൈ ഈൽഡ് സിലബസ് മാപ്പ് നോക്കാം. അതായത് യൂണിറ്റ് വൈസ് നമ്മൾ യൂണിറ്റ് വൈസ് അത് എത്ര തവണ ഏതൊക്കെ എക്സാംസിൽ എത്ര തവണ ഇപ്പം നമ്മൾ 2022 മുതൽ ഡിസംബർ 25 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്തത്. അതായത് ഓൾറെഡി 8 സെഷൻ ഓഫ് എക്സാംസ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു 8 സെഷനിൽ എത്ര തവണ ഈ യൂണിറ്റ്സ് നിന്ന് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഹൈ ഈൽഡ് സിലബസ് മാപ്പാണ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ടയർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. 3 സ്റ്റാർ ഉള്ളത് എന്താണ്? ഹൈ ഈൽഡ് ആണ്. അതായത് എല്ലാ സെഷനിലും ഓൾമോസ്റ്റ് എവറി സെഷനിൽ അത് വന്നിട്ടുണ്ട്. 1-2 സെഷനിൽ മാത്രമേ ആ ഒരു ടോപ്പിക് സ്കിപ്പ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ സെഷനിലും വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. ഇനി 2 സ്റ്റാർ ഉള്ളത് മീഡിയം ഈൽഡ് ആണ്. ഫ്രീക്വന്റ് അപ്പിയറൻസ് ഉണ്ട്. ഒരു 5 to അല്ലെങ്കിൽ ഒരു 4 to 5 ടൈംസ് ഉള്ള ക്വസ്റ്റ്യൻസ് 4 to 5 ടൈംസ് ആ ഒരു സെഷനിൽ 4 to 5 സെഷൻസിൽ അത് ചോദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മീഡിയം ഈൽഡ് ആണ്. 2 സ്റ്റാർ കൊടുക്കുന്നുണ്ട്. ലോ ഈൽഡ് എന്ന് പറഞ്ഞാൽ 1 തവണയോ അല്ലെങ്കിൽ 2 തവണയൊക്കെ ചോദിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ലോ ഈൽഡ് ആണ്. ഒക്കേഷണലി മാത്രം കണ്ടുവരുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ പഠിക്കുന്ന സമയം 50% നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. ബാക്കി 30% നിങ്ങൾ മീഡിയം ഈൽഡിന് കൊടുക്കുക. ആൻഡ് 20% നിങ്ങൾ ലോ ഈൽഡ്. 20% നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അതും കൂടി നോക്കിയാൽ നന്നായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ലിറ്ററൽ വേഴ്സസ് മെറ്റഫോറിക്കൽ മീനിങ്. ഫ്രീക്വൻസി 2 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. അവസാനമായിട്ട് ചോദിച്ചിട്ടുള്ളത് 2022 ജൂൺ 2022 സെഷനിലാണ് അവസാനമായിട്ട് അതിനൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം അതെന്താണ്? ലോ ഈൽഡ് ആണ്, അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇനി യൂണിറ്റ് 2 എക്സ്റ്റൻഷൻ ഓഫ് മീനിങ് ആണ്. അതും 2 തവണയെ ചോദിച്ചിട്ടുള്ളൂ. ലാസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഡിസംബർ 2022 അപ്പൊ അതും എന്താണ്? ലോ ഈൽഡ് ടോപ്പിക് ആണ്. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 3 മൾട്ടിപ്പിൾ മീനിങ്സ്, ഹോമോണിയംസ് ആൻഡ് ഹോമോഫോൺസ്. അത് 4 വട്ടം ചോദിച്ചിട്ടുണ്ട്. 4 എക്സാംസുകളിൽ ചോദിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഡിസംബർ 2025 അതായത് കഴിഞ്ഞ എക്സാമിലാണ് അത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിനെന്താണ്? മീഡിയം ഈൽഡ് ടോപ്പിക് ആണത്. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 4 സ്റ്റഡി ഓഫ് ലിറ്റററി ടെക്സ്റ്റ് ഗാന്ധി ആൻഡ് ഹോപ്കിൻസ്. അത് 8 സെഷനിലും ഇപ്പൊ ചോദിച്ചിട്ടുണ്ട്. 2022 മുതൽ ജൂണിൽ മുതൽ ഡിസംബർ 25 വരെ ചോദിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ കഴിഞ്ഞ എക്സാം ആണ്. അതെന്താണ്? ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. എപ്പോഴും അതിന് ഒരു കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 5 സൗണ്ട് പാറ്റേൺ, അതായത് റിതം, അലിട്രേഷൻ, ഓണമാറ്റോപ്പിയ. ഇതൊക്കെ എന്താണ്? 6 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. 6 സെഷൻസിൽ ഇതിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഡിസംബർ 25 കഴിഞ്ഞ എക്സാമിൽ തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അതെന്താണ്? ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. ഇനി യൂണിറ്റ് 6 ബ്ലോക്ക് 2 യൂണിറ്റ് 6 ഫിഗർ ഓഫ് സ്പീച്ച് 1 സിമിലി, മെറ്റഫർ, മെത്തോണമി, സിനക്ഡോക്ക്, അതുപോലെ തന്നെ പെർസോണിഫിക്കേഷൻ. അപ്പൊ അതെന്താണ്? അതും 8 തവണ എല്ലാ സെഷനിലും ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ചോദിച്ചിട്ടുള്ളത് കഴിഞ്ഞ സെഷനിലാണ്. അതും എന്താണ്? ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 7 ഫിഗർ ഓഫ് സ്പീച്ച് 2 ഐറണി, പാരഡോക്സ്, ആന്റിതെസിസ്. അതെന്താണ്? 7 സെഷൻസിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് ലേറ്റസ്റ്റ് ആയിട്ട് ഡിസംബർ, ഒരു സെഷൻ മാത്രമേ സ്കിപ്പ് ചെയ്തിട്ടുള്ളൂ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ലേറ്റസ്റ്റ് ആയിട്ട് ഡിസംബർ 2025 അത് ചോദിച്ചിട്ടുണ്ട്. അതും എന്താണ്? ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 8 ഫിഗർ ഓഫ് സ്പീച്ച് 3 അലിഗറി, സിംബൽ, ഇമേജറി. ഇതെന്താണ്? 5 സെഷൻസിൽ ചോദിച്ചിട്ടുണ്ട്. ഒരു 3 സെഷൻ മാത്രമേ സ്കിപ്പ് ചെയ്തിട്ടുള്ളൂ. ലേറ്റസ്റ്റ് ആയിട്ട് ജൂൺ 2025 ചോദിച്ചിട്ടുള്ളത്. അതെന്താണ്? മീഡിയം ഈൽഡ് ടോപ്പിക് ആണ്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 9 സ്ട്രക്ചർ വേർഡ്സ് 1 ആർട്ടിക്കിൾസ് ആൻഡ് ഡിറ്റർമിനേഴ്സ്. അതെന്താണ്? 4 വട്ടാണ്, 4 തവണയാണ്, 4 സെഷൻസിലാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതെന്താണ്? മീഡിയം ഈൽഡ് ടോപ്പിക് ആണ്. ഇനി യൂണിറ്റ് 10 സ്ട്രക്ചർ വേർഡ്സ് 2 ഓക്സിലറീസ് ആൻഡ് മോഡൽസ്. ഇതും എന്താ പറയാ 4 സെഷൻസിൽ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ എക്സാമിലാണ് ചോദിച്ചിട്ടുള്ളത്. അതും എന്താണ്? മീഡിയം ഈൽഡ് ടോപ്പിക് ആണ്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 11 സ്ട്രക്ചർ വേർഡ്സ് ഇൻ ഡിസ്കോഴ്സ് 1. അതെന്താണ്? കൊഹെഷൻ ആൻഡ് റെഫറൻസ്. അത് ആകെ ഒരു സെഷനിൽ ഒരു വട്ടം ചോദിച്ചിട്ടുള്ളൂ. ജൂൺ 2024 മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ആ ഒരു യൂണിറ്റിൽ നിന്ന്. സോ അതെന്താണ്? ലോ ഈൽഡ് ടോപ്പിക് ആണ്. ഇനി യൂണിറ്റ് 12 സ്ട്രക്ചർ വേർഡ്സ് ഇൻ ഡിസ്കോഴ്സ് 2 ലിങ്കേഴ്സ്, കൺജഷൻസ് ആൻഡ് പ്രിപ്പോസിഷൻസ്. ഇതെന്താണ്? എല്ലാ സെഷൻസിലും ചോദിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. കാരണം
കഴിഞ്ഞ 2022 മുതൽ 25 വരെയുള്ള എല്ലാ സെഷൻസിലും ഈ ഒരു പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. ഇനി യൂണിറ്റ് 13 ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു റെറ്റോറിക്, അതെന്താണ് 5 തവണയാണ് ചോദിച്ചിട്ടുള്ളത് 5 സെഷൻസിൽ. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് മുന്നത്തെ വർഷം കഴിഞ്ഞ ഡിസംബർ 2024 അവസാനമായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇതെന്താണ് മീഡിയം മീൽ ടോപ്പിക് ആണ്. കഴിഞ്ഞ വർഷം അത് ചോദിച്ചിട്ടില്ല ആ ഒരു പാർട്ടിൽ നിന്ന്, ബട്ട് സ്റ്റിൽ അതെന്താണ് മീഡിയം മീൽഡ് ആണ്. ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 14 ആണ് സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ. അത് ആകെ ഒരു തവണ ചോദിച്ചിട്ടുള്ളൂ. ഡിസംബർ 2022 ലാസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അതെന്താണ് ഒരു ലോ ഈൽഡ് ടോപ്പിക് ആണ്. ഇനി യൂണിറ്റ് 15 അതേപോലെ യൂണിറ്റ് 16 യൂസ് ഓഫ് റെപ്പിറ്റേഷൻ ആൻഡ് യൂസ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ എന്താണ് ഈ യൂസ് ഓഫ് റെപ്പിറ്റേഷൻ ആകെ ഒരു തവണ ചോദിച്ചിട്ടുള്ളൂ, അതും ലോ ഈൽഡ് ആണ്. യൂണിറ്റ് 16 യൂസ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതിൽ നിന്നും ഇതുവരെ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. അതുപോലെ തന്നെ യൂണിറ്റ് 17 ഡൂയിങ് തിങ്സ് വിത്ത് ലാംഗ്വേജ്, അതായത് പൊളൈറ്റ്നെസ്. ഈ ഒരു സെഷനിലും അതായത് ഈ ഒരു യൂണിറ്റിൽ നിന്നും ഈ ഒരു 2 യൂണിറ്റിൽ നിന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. അതെന്താണ് ലോ ഈൽഡ് ടോപ്പിക് ആണ്. സ്റ്റിൽ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് നോക്കിയാൽ നന്നായിരിക്കും. ഇനി നമുക്ക് ഇവിടെ യൂണിറ്റ് ഫ്രീക്വൻസി ഓവർവ്യൂ അതിന്റെ ഒരു ഗ്രാഫാണ് തന്നിട്ടുള്ളത്. സോ ഈ ഗ്രാഫിൽ y ആക്സിസിൽ നമുക്ക് ഫ്രീക്വൻസി ഇൻ PYQs 0 to 8, അതായത് ഒരു 8 സെഷൻസ് ആണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നത്. 8 സെഷൻസ് ആണ് എക്സാംസ് കഴിഞ്ഞിട്ടുള്ളത്. സോ അതിന് ബേസ് ചെയ്തിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി എക്സ് ആക്സിസിൽ നിങ്ങൾക്ക് SLM നിങ്ങളുടെ യൂണിറ്റ്സ് 11 to 17 1 to 17 അല്ലെ 17 യൂണിറ്റ്സ് ആണുള്ളത്. സോ അതാണ് നമ്മുടെ എക്സ് ആക്സിസിൽ കൊടുത്തിട്ടുള്ളത്. ഇനി റെഡ് ഓറഞ്ച് കളർ എന്താണ് ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ്. എത്ര തവണ ചോദിച്ചു എന്നുള്ളത് ഹൈയസ്റ്റ് നിൽക്കുന്ന ഹൈ ഈൽഡ് ടോപ്പിക്സിനെയാണ് നമ്മൾ റെഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇനി യെല്ലോ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് മീഡിയം ടോപ്പിക്സ്, മീഡിയം തവണ, അതായത് ഒരു 5 സെഷൻ വരെ ചോദിച്ചിട്ടുള്ള ടോപ്പിക്സിനെയാണ്. ലോ ഈൽഡ് എന്ന് പറയുന്നത് ഒന്നോ മാക്സിമം 1-2 തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സോ അതിൽ യൂണിറ്റ് 1ഉം 2ഉം എന്താണ് ആകെ ഒരു തവണ ചോദിച്ചിട്ടുള്ളൂ. ഒരു തവണ അല്ലെങ്കിൽ 2 തവണ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ഈ ഒരു എക്സാമിന്. അതായത് ഈ ഒരു നിങ്ങളുടെ ഈ ഒരു TE എക്സാംസിന് 2 തവണ മാത്രമേ ഇത് വന്നിട്ടുള്ളൂ, 2022 to 2025 ഇടയ്ക്ക്. അതേപോലെ യൂണിറ്റ് നമ്പർ 11ഉം യൂണിറ്റ് 14 and 15 ഇതൊക്കെ എന്താണ് ഇതിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് 14, 15, 16, 17 തീരെ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. 14 and 15 ഒരു 11, 14, 15 ഇതിനൊക്കെ ഒരു വട്ടം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. ഇനി യൂണിറ്റ് നമ്പർ 3യിൽ എന്താണ് 4 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ അതെന്താണ് ഹൈ ഈൽഡ് അല്ല മീഡിയം ഈൽഡ് ടോപ്പിക് ആണ്. അതേപോലെ യൂണിറ്റ് 8, 9, 10, 13 ഇതൊക്കെ എന്താണ് മീഡിയം ഈൽഡ് ടോപ്പിക്സ് ആണ്. കാരണം ഒരു മാക്സിമം ഒരു 5 സെഷൻസിൽ മാത്രമേ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. ഇനി യൂണിറ്റ് 4, 5, 6, 7 അതേപോലെ യൂണിറ്റ് നമ്പർ 12 ഇതിൽ നിന്ന് എന്താണ് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, മാക്സിമം തവണ, അതായത് ഒരുപാട് തവണ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. കാരണം എല്ലാ സെഷൻസിലും 2022 മുതൽ 25 വരെയുള്ള എല്ലാ സെഷൻസിലും ഈ ഒരു പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഇതാണ് ഇതിന്റെ ഒരു ഹീറ്റ് മാപ്പ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി നമുക്ക് ടോപ്പ് 5 മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ്, അതായത് ഫ്രീക്വന്റ് ആയിട്ട് എല്ലാ സൈക്കിളിലും എക്സാമിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. റീഡിംഗ് കോംപ്രിഹെൻഷൻ, ലിറ്റററി ടെക്സ്റ്റ്, അതെ സ്റ്റഡി ഓഫ് ലിറ്റററി ടെക്സ്റ്റ്, ഗാന്ധി ആൻഡ് ഹോപ്കിൻ. ഈ ഒരു യൂണിറ്റിൽ നിന്ന് എല്ലാ പ്രാവശ്യവും റീഡിംഗ് കോംപ്രിഹെൻഷൻ ഈ ഒരു യൂണിറ്റിൽ നിന്നാണ്. ഈ ഒരു യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻസ് വന്നിട്ടുള്ളത്. എല്ലാ സൈക്കിളിലും ചോദിച്ചിട്ടുണ്ട്, 8 സൈക്കിളിലും കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ ലിങ്കിങ് വേർഡ്സ്, പ്രിപ്പോസിഷൻസ്, കൺജക്ഷൻസ് ഈ ഒരു പാർട്ടും എന്താണ് 8 സെഷൻസിൽ എല്ലാ സൈക്കിളിലും ഈ ഒരു പാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി ഫിഗർ ഓഫ് സ്പീച്ച് 1, സിമിലി, മെറ്റഫർ, മെറ്റോണമി, സിനക്ഡോഗ്, പെർസോണിഫിക്കേഷൻ ഈ ഒരു പാർട്ടിൽ നിന്ന് എന്താണ് അതും എല്ലാ സൈക്കിളിലും ഈ ഒരു പാർട്ടിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി ഫിഗർ ഓഫ് സ്പീച്ച് 2 നോക്കുകയാണെങ്കിൽ ഐറണി, പാരഡോക്സ്, ആന്റിതെസിസ് ഈ ഒരു പാർട്ടിൽ നിന്ന് 7 തവണ, അതായത് ഒരു സൈക്കിളിൽ മാത്രം അതിൽ നിന്ന് ക്വസ്റ്റ്യൻ സ്കിപ്പ് ആയിട്ടുള്ളൂ. സ്റ്റിൽ അതെന്താണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. ഇനി സൗണ്ട് പാറ്റേൺസ്, റിതം, അലിട്രേഷൻ, ഓണോമാറ്റോപ്പിയ ഈ ഒരു പാർട്ടിൽ നിന്ന് 6 തവണ വന്നിട്ടുള്ളൂ. 6 തവണ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 2 സൈക്കിളിൽ മാത്രമേ അത് സ്കിപ്പായി പോയിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ ഇതെന്താണ് ഒരു ഹൈ ഈൽഡ് ടോപ്പിക് തന്നെയാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്.
മൂവിങ് ഓൺ, ഇനി നമുക്ക് ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് നോക്കാം. അതായത് ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ്. ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്ന 1-2 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ ഈ ഒരു ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ഫസ്റ്റ് ഫിഗർ ഓഫ് സ്പീച്ച് 1. അതിൽ നിന്ന് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് എല്ലാ എക്സാംസിലും കാണുന്നുണ്ട്. ഒന്നെന്താണ്, ഡെഫിനിഷൻ കൊടുക്കാനാണ്. ഡിഫൈൻ മെറ്റഫർ, സിമിലി, പെർസോണിഫിക്കേഷൻ, മെറ്റോണമി, സിനക്ഡോഗ് വിത്ത് എക്സാമ്പിൾസ്. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം എന്തായാലും ഏതെങ്കിലും ഒരു ലിറ്റററി ഫിഗർ ഓഫ് സ്പീച്ച് ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ലിറ്റററി ഡിവൈസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഈതർ അത് ഡിഫൈൻ മെറ്റഫർ ആവാം, അല്ലെങ്കിൽ സിമിലി ചോദിക്കുന്നുണ്ട്, ഡിഫൈൻ മെറ്റോണമി വിത്ത് എക്സാമ്പിൾസ്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാം. അതേപോലെ തന്നെയാണ് ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. ഈ ഒരു ക്വസ്റ്റ്യനും എന്താ പറയുക, നിലവിൽ കണ്ടുവരുന്നുണ്ട്. എല്ലാ സെഷൻസിലും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യന് വന്നിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ആയിട്ട് ഹെർ ഐസ് വർ സ്റ്റാർസ് ഷൈനിങ് ഇൻ ദ നൈറ്റ്. ഇതെന്താണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ച്? മെറ്റഫർ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ച്. അപ്പോൾ മെറ്റഫർ ഐഡന്റിഫൈ ചെയ്യുക, അതുപോലെ ആ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാം. എന്താണ് മെറ്റഫർ എന്നുള്ളത് നിങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതണം. സോ ആ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഈ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഫിഗർ ഓഫ് സ്പീച്ചിൽ നിന്ന് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെയും ഇതിന്റെ ആൻസേഴ്സിന്റെ ഫുൾ ബ്ലൂ പ്രിന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ, അതേപോലെ നിങ്ങൾ എങ്ങനെ സ്കോറിങ്, അതായത് നമ്മൾ ഇന്ന പോയിന്റ്സ് എഴുതിയാൽ ഇത്ര സ്കോർ കിട്ടും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഫ്രെയിം വർക്കും നമ്മൾ ഓൾറെഡി ലേൺ വൈസിന്റെ PYQA ബുക്ക്ലെറ്റിൽ അവൈലബിൾ ആണ്. അത് ആക്ച്വലി നമ്മുടെ ലേൺ വൈസിന്റെ ലേണേഴ്സിന് അത് ലേൺ വൈസിന്റെ ആപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നിങ്ങൾക്കും അത് അവൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡു ജോയിൻ അസ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. സോ ഇനി നെക്സ്റ്റ് എന്താണ്, മൾട്ടിപ്പിൾ മീനിങ്സ് ആണ്. ഹോമോണിയം ആൻഡ് ഹോമോഫോൺസ് ആണ്. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഹോമോഫോൺ അല്ലെങ്കിൽ ഹോമോണിയംസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. സോ ഈ ഒരു ക്വസ്റ്റ്യനും സ്ഥിരമായി കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഷോർട്ട് നോട്ട് എഴുതാൻ, ഹോമോണിയംസിനെ പറ്റിയിട്ടും ഹോമോഫോൺസിനെ പറ്റിയിട്ടും. ഇനി സ്റ്റഡി ഓഫ് ലിറ്റററി ടെക്സ്റ്റ്, ഗാന്ധി ആൻഡ് ഹോപ്കിൻ അല്ലെ. ഇതെന്താണ്, ഇത് ഈ ഒരു പാർട്ടിൽ നിന്നും കോംപ്രിഹെൻഷന് സ്ഥിരമായി ചോദിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1 ആയിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും ഈ ഒരു പാർട്ടിൽ നിന്നാണ്. റീഡ് ദ അൺസീൻ പാസേജ് ആൻഡ് ആൻസർ ദ 5 ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഓൺ ടൈറ്റിൽ, വൊക്കാബുലറി, ഫിഗർ ഓഫ് സ്പീച്ച് ആൻഡ് മീനിങ് അല്ലെ. ഒരു പാസേജ് തരും നിങ്ങൾക്ക്. ആ ഒരു പാസേജിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ 5 ക്വസ്റ്റ്യൻസ് ഒന്നെങ്കിൽ ബേസ്ഡ് ഓൺ ആ ടൈറ്റിലിനെ ബേസ് ചെയ്തിട്ടാവും, നിങ്ങൾക്ക് തന്ന പാസേജിന്റെ ടൈറ്റിലിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിലുള്ള വേർഡ്സിനെ കുറിച്ചിട്ട്, അതിന്റെ വൊക്കാബുലറിയെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു പാസേജിൽ യൂസ് ചെയ്തിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ചോ അതിന്റെ മീനിങ്സിനൊക്കെ ബേസ് ചെയ്തിട്ടാവും 5 ക്വസ്റ്റ്യൻസും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. ഇനി സൗണ്ട് പാറ്റേൺസിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ഓണമറ്റോപ്പിയ അല്ലെങ്കിൽ അലിട്രേഷൻ അല്ലെങ്കിൽ റിതം വിത്ത് സൂട്ടബിൾ എക്സാമ്പിൾ. എല്ലാം എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾ ഓണമാറ്റോപ്പിയ ആയിരിക്കും, അല്ലെങ്കിൽ അലിട്രേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ റിതം ആയിരിക്കും. സോ ഇത് 3 ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഫിഗർ ഓഫ് സ്പീച്ച് 2 ആണെങ്കിൽ അതും സെയിം ആണ്. പാരഡോക്സ്, ആന്റിത്തസിസ്, ഐറണി, ഇതൊക്കെ എക്സാമ്പിൾ വെച്ചിട്ട് ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി ഫിഗർ ഓഫ് സ്പീച്ച് 3യിലും സെയിം വേ ഡെഫിനിഷൻ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാറുള്ളത്. അത് അലിഗറി, സിമ്പിൾ, ഇമേജറി, ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും. വിത്ത് സൂട്ടബിൾ എക്സാമ്പിൾസ് നിങ്ങളത് എഴുതണം. ഇനി സ്ട്രക്ചർ വേർഡ്സ്, ആർട്ടിക്കിൾസ്. അപ്പം അതിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. യൂസ് കറക്റ്റ് ആർട്ടിക്കിൾസ് എ ആൻഡ് ദ ഇൻ ദി ഫോളോയിങ് സെന്റൻസസ്. അതായത് കുറച്ച് സെന്റൻസ് തരും, ഒരു 5 സെന്റൻസ് തന്നിട്ട് നിങ്ങൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്നുള്ളത് ഈ ഒരു ഇത് യൂസ് ചെയ്തിട്ട്, ഇതിൽ തന്നിട്ടുള്ള ആർട്ടിക്കിൾസ് എ ആൻഡ് ദ യൂസ് ചെയ്തിട്ട് നിങ്ങൾ അത് ഫില്ല് ചെയ്യണം. ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ഒക്കെ തരും. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി സ്ട്രക്ചർ വേർഡ്സ് 2, മോഡൽസ്. മാച്ച് ദ മോഡൽ വെർബ്സ് അല്ലെങ്കിൽ ഫ്രേസസ് വിത്ത് ദെയർ മീനിങ്സ്. മേ ബി, ഷുഡ് ബി, നീഡ് ടു, കാൺട്ട് ബി, മസ്റ്റ് ബി. അതിന്റെ മാച്ച് ദ ഫോളോയിങ്, ഈ ഒരു മോഡൽ വെർബ്സിന്റെയും അതിന്റെ മീനിങ്സും തമ്മിലുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നുണ്ട്. മാച്ച് ദ ഫോളോയിങ്, അത് മാച്ച് ചെയ്യാനും അതിന്റെ ആൻസർ എന്താ പറയുക, മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്.
ഇനി സ്ട്രക്ചർ വേർഡ്സ് ഇൻ ഡിസ്കോഴ്സ് ടു പ്രിപ്പോസിഷൻ കൺജഷൻസ് ലിങ്കേഴ്സ് അതും എന്താണ് അതിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ പ്രിപ്പോസിഷൻ കൺജഷൻ ഓർ ലിങ്കിങ് വേർഡ്സ്. അത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ചെയ്യാണ്. ഇപ്പൊ പ്രിപ്പോസിഷൻ ആണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ഓൺ ഇൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ബ്രാക്കറ്റിൽ തരും. എന്നിട്ട് അതിനെ ആ ഒരു ബ്രാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഓരോ സെന്റൻസ് ഫില്ല് ചെയ്യാൻ തരും. അതേ സെയിം വേ കൺജഷൻസ് ആണെങ്കിലും ലിങ്കിങ് വേർഡ്സ് ആണെങ്കിലും അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ടാവും. ഇനി ആൻ ഇൻട്രൊഡക്ഷൻ ടു റെറ്റോറിക്, അതിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് റെറ്റോറിക്, എന്താണ് റിട്ടോറിക് എന്നുള്ളതും അതേപോലെ അതിന്റെ സാലിയൻ ഫീച്ചേഴ്സ്, ഡിസ്കസ് ഇറ്റ് സാലിയൻ ഫീച്ചേഴ്സ് വിത്ത് എക്സാമ്പിൾ ആ ഒരു സാലിയൻ ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അതായത് ഒരു നോട്ട് എഴുതുന്ന പോലെ അത്യാവശ്യം ലെങ്തി ആയിട്ട് നിങ്ങൾ എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് റിട്ടോറിക് ആൻഡ് ഡിസ്കസ് ഇറ്റ് സാലിയൻ ഫീച്ചേഴ്സ് വിത്ത് എക്സാമ്പിൾ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി അപ്പം ഇത്രയാണ് ഗോൾഡൻ ബാങ്കിലുള്ളത്. അതായത് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് കാണപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഇവിടെ പ്രിഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ്സ് ആണ്. അതായത് ഓൾറെഡി നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്ന, അതായത് ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള 2 മോക്ക് ടെസ്റ്റിന്റെ പേപ്പേഴ്സ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ലേൺവൈസിന്റെ ലേണേഴ്സിന് ഓൾറെഡി അവരുടെ ആപ്പിൽ അതുണ്ട്. ബട്ട് ഇഫ് യു വോണ്ട് ടു അവൈൽ ഇറ്റ് യു ഹാവ് ടു ജോയിൻ അസ്. സോ നിങ്ങൾക്കും ഇതിന്റെ ഒരു ഫുൾ വർക്ക്ഡ് ആൻസർ പേപ്പർ ലേൺവൈസിൽ അവൈലബിൾ ആക്കി തരും. ഓക്കെ, ഇനി നമുക്ക് പ്രാക്ടീസ് സെറ്റ് എ. ഇതാണ് ഹൈ പ്രോബബിലിറ്റി പേപ്പർ ആണ്. ഇങ്ങനെ ഒരു പേപ്പർ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മേ ബി ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ടൈം ആസ് ഐ സെഡ് 3 hours ആണ്. അറ്റംപ്റ്റ് എനി 5 ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. 20 മാർക്കാണ് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി ചെയ്യുന്നത്. ഓക്കെ, read the passage given below and answer the questions that follow. ഓക്കെ, നമുക്ക് ഈ ഒരു പാസേജ് തരും. അതിലെന്താണ് ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. A short prose passage of 150 to 200 words on nature, childhood. ഓക്കെ, ഈ ഒരു ഷോർട്ട് പാസേജ് ഉണ്ടാവും. 150 to 200 വേർഡ്സിലുള്ള ഒരു പാസേജ്. ഒന്നെങ്കിൽ അത് നേച്ചറിനെ കുറിച്ചാവാം അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിനെ കുറിച്ചാവാം. സോ അങ്ങനെ ഒരു പാസേജ് തരും. അതിന്റെ ഫോളോ ആയിട്ട് 5 ക്വസ്റ്റ്യൻസ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒന്നെങ്കിൽ ടൈറ്റിലിനെ ബേസ് ചെയ്തിട്ട്, ഫിഗർ ഓഫ് സ്പീച്ചിനെ ബേസ് ചെയ്തിട്ട്, മീനിങ്സിനെ ബേസ് ചെയ്തിട്ട്, വൊക്കാബുലറിനെ ബേസ് ചെയ്തിട്ട്, അങ്ങനെ നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 5 ക്വസ്റ്റ്യൻസിൽ ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമായിരിക്കും. 2 മാർക്ക് വീതം 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ടോട്ടൽ 10 മാർക്സിനാണ് ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ റൈറ്റ് ഷോർട്ട് നോട്ട് ഇൻ അബൌട്ട് 150 വേർഡ്സ് ഈച്ച് ഓൺ എനി 2 ഓഫ് ദ ഫോളോയിങ്. അതായത് 150 വേർഡ്സിൽ നിങ്ങൾ ഒരു ഷോർട്ട് നോട്ട് എഴുതുക. ഇതിൽ ഏതെങ്കിലും 2 പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നിന് 10 മാർക്കാണ്. അപ്പൊ ഇവിടെ ഓണോമറ്റോപ്പി ഉണ്ട്, മെറ്റഫർ ഉണ്ട്, കൊഹേഷൻ ഉണ്ട്, ആന്റിതെസിസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ ഏതെങ്കിലും 2 കുറിച്ചിട്ട് വിത്ത് എക്സാമ്പിൾ നിങ്ങൾ നല്ല 150 വേർഡ്സിൽ അത്യാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ എഴുതേണ്ടതാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദി ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. ഈ കുറച്ച് സെന്റൻസ് തരും. അതിൽ നമ്മൾ 5 സെന്റൻസ് ആണ്. ഈച്ച് സെന്റൻസിന് 2 മാർക്ക് വീതമാണ്. ടോട്ടൽ 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു 10 മാർക്കിന് നിങ്ങൾ ഈ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ഐഡന്റിഫൈ ചെയ്യണം. അതേപോലെ തന്നെ എന്താ പറയാ, ഫിഗർ ഓഫ് സ്പീച്ച് ഐഡന്റിഫൈ ചെയ്യും വേണം. അത് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത്, ഇപ്പൊ സിനഡോഗ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് എഴുതണം. ഇപ്പം ഷീ ഈസ് ആസ് ജെന്റിൽ ആസ് എ ലോ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഷീ ഈസ് ആസ് ജെന്റിൽ ആസ് എ ഡോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് സിമിലി ആണ്. അപ്പൊ സിമിലി എന്താണ്? അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ലിറ്റററി ഡിവൈസ് യൂസ്ഡ് ഇൻ ദിസ് സെന്റൻസ് ഈസ് സിമിലി. എന്നിട്ട് എന്താണ് സിമിലി എന്നുള്ളത് എഴുതണം. പ്ലസ് ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നിങ്ങൾ കൊടുക്കുകയും ചെയ്യാം. സോ അങ്ങനെയുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുണ്ടാവുക. സോ ഇത് നിങ്ങൾ ഇങ്ങനെ വേണം എഴുതാൻ. ഇനി മാച്ച് ദ മോഡൽ വെർബ്സ് അല്ലെങ്കിൽ ഫ്രേസസ് വിത്ത് ദെയർ മീനിങ്. അപ്പം ഇവിടെ എന്താ പറയാ, മാച്ച് ദ ഫോളോയിങ് ആയിട്ട് തന്നിട്ടുണ്ടാവും. മസ്റ്റ് ബി, കുഡ് ബി, നീഡ് ടു, ഷുഡ് ബി, കാണ്ട് ബി. ഇത് ഒരു കോളമായിട്ട് തന്നിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് കോളത്തിൽ നിങ്ങൾക്ക് എന്താ പറയാ, ഇതിന്റെ മീനിങ്സ് കാണാം. പോസിബിലിറ്റി, ഒബ്ലിഗേഷൻ, ഓൾമോസ്റ്റ് സർട്ടൻ, നെസസിറ്റി, ഇമ്പോസിബിൾ, നിയർലി ഇമ്പോസിബിൾ. അങ്ങനെ ഇതൊക്കെ ഒരു സെഷനിലും ഇതൊക്കെ ഒരു കോളമിലും ഫസ്റ്റ് കോളത്തിൽ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ വെർബ്സോ അല്ലെങ്കിൽ ഫ്രേസസോ കാണാം. സെക്കൻഡ് കോളത്തിൽ ഇതിന്റെ മീനിങ്സ് കാണാം. സോ അത് നിങ്ങൾ മാച്ച് ചെയ്യണം.
അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എന്താ പറയുക, എന്നിട്ട് നിങ്ങൾ താഴേക്ക് മസ്റ്റ് ബി എന്താണ് അത് എഴുതുക, മസ്റ്റ് ബിന്റെ മീനിങ് എന്താണെന്ന് അത് എഴുതുക. ഇനി പോയിന്റ് ആക്കിയിട്ട് അത് എഴുതണം. സോ ഈ ഒരു പ്രാക്ടീസ് സെറ്റിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 5th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ദ സെന്റൻസ് യൂസിങ് കറക്റ്റ് ഫോം ഓഫ് വേർഡ്സ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. അപ്പൊ ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് വേർബ്സ് തന്നിട്ടുണ്ട്, അതിന്റെ കറക്റ്റ് ഫോം യൂസ് ചെയ്തിട്ട്, അതായത് ഈ ഒരു സെന്റൻസിന് ആപ്റ്റ് ആയിട്ട് തോന്നുന്ന വേർബ് അതിൽ ചേഞ്ചസ് വരുത്തിയിട്ട് നിങ്ങൾ എഴുതണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഷീ ഈസ് ഡാഷ് ഓൺ ദ സ്റ്റേജ്. അപ്പൊ അവിടെ ബ്രാക്കറ്റിൽ സിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ഫോം ഓഫ് വേർബ് എന്താണ്? ഇതെന്താണ്? കണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലെ? അപ്പൊ എന്താണ്? നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഷീ ഈസ് ഓൾറെഡി ഡൂയിങ് ഇറ്റ്. അപ്പൊ അതെങ്ങനെയാണ് വരിക? ഷീ ഈസ് സിംഗിങ് ഓൺ ദി സ്റ്റേജ് ടു നൈറ്റ്. അങ്ങനെ നിങ്ങൾ ബാക്കി 5 സെന്റൻസ് ഉണ്ട്. 2 മാർക്ക് ഇതാണ് എല്ലാ സെന്റൻസിനും, 10 മാർക്കാണ് ടോട്ടൽ. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതണം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6, യൂസ് കറക്റ്റ് ആർട്ടിക്കിൾസ് എ ആൻഡ് ദ or no article in the following sentence. ഈ ഒരു ഫോളോയിങ് സെന്റൻസ് സെയിം 5 സെന്റൻസ് തന്നിട്ടുണ്ടാവും. അതിൽ ആപ്റ്റ് ആയിട്ടുള്ള, അതായത് ആപ്റ്റ് ആയിട്ടുള്ള ആൻ ആണോ എ ആണോ ദ ആണോ എന്ന് നോക്കിയിട്ട്, ഈവൻ ഒന്നുമില്ല, ഒരു ആർട്ടിക്കിളും യൂസ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നോ ആർട്ടിക്കിൾ എന്നുള്ള രീതിയിലേക്ക് 5 സെന്റൻസ് എഴുതാൻ തന്നിട്ടുണ്ടാവും. ഈ 2 മാർക്കാണ് ഈച്ച് സെന്റൻസ് ഉണ്ടാവുക. ടോട്ടൽ 10 മാർക്ക്. ഇനി 7th ക്വസ്റ്റ്യൻ ആണ്, fill in the blanks with most appropriate idioms from the box. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇഡിയംസ്, അതായത് കുറച്ച് സെന്റൻസ് തന്നിട്ടുണ്ടാവും, 5 സെന്റൻസ് തന്നിട്ടുണ്ടാവും, ബ്രാക്കറ്റിൽ കുറച്ച് ഇഡിയംസ് തന്നിട്ടുണ്ടാവും. അപ്പൊ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇഡിയം യൂസ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു സെന്റൻസ് ഫില്ല് ചെയ്യണം. ഇനി 8th ക്വസ്റ്റ്യനും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ലിങ്കിങ് വേർഡ്സ്. ലിങ്കിങ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ, ലിങ്കിങ് വേർഡ്സ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ ഒരു കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് 5 സെന്റൻസ് ഫില്ല് ചെയ്യാനാണ്. അഗെയിൻ 2 മാർക്ക് ഇതാണ്, 10 മാർക്കാണ് ടോട്ടൽ. അപ്പൊ ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. 9 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഡിഫൈൻ ദ ഫോളോയിങ് ഗിവിംഗ് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. അപ്പൊ ഇവിടെ അഗെയിൻ എന്താണ്, 2 മാർക്ക് വീതം 5 ക്വസ്റ്റ്യൻസ് എന്താ പറയാ കൊടുത്തിട്ടുണ്ട്. 5 ഫിഗർ ഓഫ് സ്പീച്ചസ് ആണ് കൊടുത്തിട്ടുള്ളത് വിത്ത് എക്സാമ്പിൾസ്. നിങ്ങൾ അതെന്താണ് മാർക്കിനനുസരിച്ച് എന്താ പറയാ 2 മാർക്കാണ് ഈച്ച് ക്വസ്റ്റ്യൻസിനുള്ളത്. ആ ഒരു ബേസ് ചെയ്തിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഡെഫിനിഷൻ കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ട് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക, കറക്റ്റ് ആയിട്ട് എഴുതുക, നോട്ട് പോലെ എഴുതുക. സോ ഇതാണ് 9 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പ്രാക്ടീസ് സെറ്റ് എയിലുള്ളത്. ഇങ്ങനെയാണ് ഒരു മോഡൽ. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാം. ഇനി പ്രാക്ടീസ് സെറ്റ് ബി, ഇതെന്താണ്? സർപ്രൈസ് റെഡി പേപ്പർ ആണ്. ഇത് സെയിം വേ ഒരു പ്രോബബ്ലി ഒരു സർപ്രൈസ് മേ ബി ഇങ്ങനെ ചോദിക്കാം എന്നുള്ള രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതായത് മറ്റേത് എന്താണ്? ഹൈ പ്രോബബിലിറ്റി, അങ്ങനെ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് മേ ബി ഇങ്ങനെയും ചോദിക്കാം എന്നുള്ള രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സെയിം വേ ടൈം 3 മണിക്കൂറാണ്. അറ്റംപ്റ്റ് എനി 5. നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻസ് മാത്രം അറ്റംപ്റ്റ് ചെയ്താൽ മതി. ഇതില് അറ്റംപ്റ്റ് എനി 5 ആണ്. 5 ക്വസ്റ്റ്യൻസ് മാത്രം, 20 മാർക്കാണ് ഈച്ച് ക്യാരി ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, റീഡ് ദ പോയം എക്സ്ട്രാക്ട് ഗിവൺ ബിലോ. നേരത്തെ നമ്മൾ പാസേജ് ആണ്, പ്രോസ് ടൈപ്പ് പാസേജ് ആണ്. പക്ഷെ ഇവിടെ എന്താണ്? പോയം ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അപ്പൊ ഈ ഒരു പോയത്തിൽ നിന്നും നിങ്ങൾ ചില ക്വസ്റ്റ്യൻസ് എന്താ പറയാ ആൻസർ ചെയ്യേണ്ടി വരും. ഒരു ഷോർട്ട് poetic extract of 8 to 10 lines followed by 5 sub questions on imagery, literary device, theme and parallel word. ഓക്കെ, നിങ്ങൾക്ക് 8-10 ലൈനുള്ള ഒരു ചെറിയൊരു പോയത്തിന്റെ ഒരു എക്സ്ട്രാക്ട് തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻസ്, അതിന്റെ ഇമേജറി, ലിറ്റററി ഡിവൈസ്, തീം, ഈ ഒരു പോയത്തിന്റെ തീം, അതിന്റെ ലിറ്റററി ഡിവൈസസ്, ഇമേജറി, അതേപോലെ പാരലൽ വേർഡ്സ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 5 ക്വസ്റ്റ്യൻസിന് 2 മാർക്ക് വീതമാണ് ഉണ്ടാവുക. അത് ടോട്ടൽ 10 മാർക്ക്. ഇനി ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഇൻ അബൌട്ട് 150 വേർഡ്സ് ഈച്ച് ഓൺ എനി 2 ഓഫ് ദ ഫോളോയിങ്. ഇപ്പൊ എനി 2-ല് ഇവിടെ തന്നിട്ടുള്ള റിതം, സിനക്ഡോ, റെഫ്യൂട്ടേഷൻ, ഇമേജറി. സോ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒരു ഇത് നിങ്ങൾ എഴുതണം. ഏതെങ്കിലും 2 നിങ്ങൾ എഴുതണം. 10 മാർക്കാണ്. അപ്പൊ ഒന്നിന് 10 മാർക്കാണ്. സോ അത്യാവശ്യം എഴുതാനുണ്ട്. ഷോർട്ട് നോട്ട് ആണ്, 150 വേർഡ്സിൽ നിങ്ങൾ അത്യാവശ്യം എഴുതുക. എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ട് എഴുതാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3, ഡിഫൈൻ ആൻഡ് എക്സ്പ്ലെയിൻ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ദ ഫോളോയിങ്. സെയിം വേ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ കുറച്ച് 5 സെന്റൻസ് തന്നിട്ടുണ്ടാവും. അതിൽ നമ്മൾ ഫിഗർ ഓഫ് സ്പീച്ച് എഴുതുക, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതും എന്താണ്? 5 സെന്റൻസ്, 2 മാർക്ക് ഇതാണ്. ടോട്ടൽ 10 മാർക്ക്.
ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് യൂസിങ് ദ കറക്റ്റ് ഫോം ഓഫ് വേർഡ്സ് ഗിവൺ ബിലോ. അപ്പൊ കറക്റ്റ് ഫോം ഓഫ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്താണ് ഇതും ഫില്ല് ചെയ്യാം. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ 5 സെന്റൻസ് ഉണ്ടാവും, 10 മാർക്കാണ് ടോട്ടൽ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇഡിയംസ്. അപ്പൊ കുറച്ച് ഇഡിയംസ് നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് ആ ഒരു 5 സെന്റൻസ് നിങ്ങൾ എന്താണ് കറക്റ്റ് ആയിട്ട് ഉള്ള ഇഡിയംസ് യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യാം. യൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾസ് ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. സെയിം വേ ആർട്ടിക്കിൾസിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും, ആൻഡ്, ദ, എ ആൻഡ് ദ. സോ അതിനെ ബേസ് ചെയ്തിട്ടും നിങ്ങൾ എഴുതുക. 2 മാർക്കിനാണ് ഈച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, 10 മാർക്കാണ് ടോട്ടൽ. ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ലിങ്കിങ് വേർഡ്സ് ഓർ കണക്ടേഴ്സ്. ലിങ്കിങ് വേർഡ്സോ കണക്ടേഴ്സോ യൂസ് ചെയ്തിട്ട് ഈ ഒരു 5 സെന്റൻസ് നിങ്ങൾ ഫിൽ ചെയ്യാം. ഇനി മേക്ക് ദ സെന്റൻസ് വിത്ത് ദ ഫോളോയിങ് ഫ്രേസൽ വേർബ്സ് ടു ബ്രിങ് ഔട്ട് ദെയർ മീനിങ് ക്ലിയർലി. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല. ഇതെന്താണ്? ഒരു ന്യൂ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ഒരു 5 ഫ്രേസൽ വേർബ് ഇവിടെ തന്നിട്ട് ആ ഒരു 5 ഫ്രേസൽ വേർബ്സിനെ അതിന്റെ മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ഒരു സെന്റൻസ് ഉണ്ടാക്കണം. ഇപ്പൊ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു സെന്റൻസ് ഉണ്ടാക്കുക. കം അക്രോസ് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ടേക്ക് ഓഫ്, ദ പ്ലെയിൻ ടുക്ക് ഓഫ്, അങ്ങനെ എന്താ പറയാ, ഫോർ എക്സാമ്പിൾ ഒരു പ്ലെയിൻ ടുക്ക് ഓഫ് അങ്ങനെ ഉള്ള ഒരു സെന്റൻസ് പ്രിപ്പയർ ചെയ്യുക. പുട്ട് ഓഫ്, ഗെറ്റ് അലോങ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഓരോ സെന്റൻസ് വിധം ഉണ്ടാക്കുക ഈ ഒരു ഫ്രേസൽ വേർബ്സിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ 5 ക്വസ്റ്റ്യന് ഈ 2 മാർക്ക് ഇതാണ്. അപ്പോൾ ടോട്ടൽ 10 മാർക്സ്. ഇനി 9th ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫൈൻ ദ ഫോളോയിങ് ഗിവിംഗ് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. അപ്പൊ ഇവിടെ അഗെയിൻ ഡെഫിനിഷൻ ആണ്. 2 മാർക്കിന് 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതണം. മെറ്റോണമി, പാരഡോക്സ്, ആന്റിത്തസിസ്, മെറ്റഫർ ആൻഡ് ആലിഗറി. സോ ഇത് 5ഉം നിങ്ങൾ എഴുതണം. വിത്ത് എക്സാമ്പിൾ അത് എഴുതുക. 2 മാർക്ക് വിധമാണ് ഓരോ ക്വസ്റ്റ്യൻ. സോ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ 2 സെറ്റ് ഇവിടെ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതിന്റെ ഫുൾ ആൻസേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ലേൺ വൈസിൽ ജോയിൻ ചെയ്യാം. ഇനി ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ആൻസർ ഫ്രെയിം ചെയ്യേണ്ടത് എന്നുള്ളത്, എങ്ങനെ ഒരു ആൻസേഴ്സ് സ്ട്രക്ചർ ചെയ്യണം, ഫ്രെയിം ചെയ്യണം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ എന്താണ്? ദ ഇൻട്രോ ബോഡി കൺക്ലൂഡ് ഫ്രെയിംവർക്ക് അല്ലെ. നമുക്കൊരു പാസേജ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് നോട്ടോ ഡെഫിനിഷനോ എന്തെങ്കിലും എഴുതാൻ തന്നാല് നമ്മൾ എങ്ങനെ അത് എഴുതണം എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം 20 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് എപ്പോഴും നമ്മൾ 20 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് വന്നാല് ഒരു 500 to 600 വേർഡ്സിനുള്ളിൽ നമ്മൾ ആ ഒരു ആൻസർ എഴുതാൻ നോക്കുക. അതിലെന്താണ്? ഇൻട്രോ കൊടുക്കണം. ഒരു 2 to 3 സെന്റൻസ് എന്തായാലും നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കുക. ആ ഒരു ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് വെച്ചാല് അതില് നമുക്ക് തന്ന ഒരു സിമിലിയാണ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അത് എന്താണ് അതിന്റെ കീ കോൺസെപ്റ്റ്, എന്താണ് സിമിലി എന്നുള്ളതും എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടന്റ് എന്നുള്ളതും നിങ്ങൾ എഴുതുക. സെറ്റ് ദ സ്കോപ്പ് ഓഫ് യുവർ ആൻസർ അല്ലെ. എന്തിനാണ് സിമിലി യൂസ് ചെയ്യുന്നത് എന്നുള്ളത്, എങ്ങനെയാണ് അത് എൻഹാൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും ഈ ഒരു ഇൻട്രോയിൽ കൊടുക്കുക. ഇനി ബോഡി എന്ന് പറയുന്നത് 4 to 6 പോയിന്റ്സ് എന്തായാലും നിങ്ങൾ ആ ഒരു ബോഡിയിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ കൊടുക്കണം. നിങ്ങൾ കൊടുക്കുന്ന ഓരോ ടോപ്പിക്കിന്റെയും അല്ലെങ്കിൽ ഓരോ പോയിന്റ്സിന്റെയും ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ഇവിടെ ഈ ഒരു ബോഡി പാർട്ടിൽ കൊടുക്കണം. എക്സാമ്പിൾസ് യൂസ് ചെയ്യാം, സെന്റൻസസ് യൂസ് ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ SLMയിലോ അല്ലെങ്കിൽ ഇതിൽ നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ, അതായത് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു 4 to 6 പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ബോഡി പ്രിപ്പയർ ചെയ്യാം. ഐഡിയലി പറയുമ്പോൾ ഒരു 3 പാരഗ്രാഫ് ആണ് ഒരു ബോഡി ഉണ്ടാവുക. ഓക്കെ. ഇനി കൺക്ലൂഡ് എന്ന് പറയുന്നത് കൺക്ലൂഷൻ എഴുതുമ്പോൾ അഗെയിൻ 2 to 3 സെന്റൻസ് വേണം. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, അതൊക്കെ എന്താണ്, അതൊന്നും കൂടി ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് ഇതിൽ കൊടുക്കുക അല്ലെ. അതുപോലെ തന്നെ ഇതിന്റെ റെലവൻസ് എന്താണ്, ഇപ്പൊ എന്താണ് ഇതിന്റെ റെലവൻസ്, മോഡേൺ റെലവൻസ് എന്താണ്, അതിന് ആ ഒരു റെലവൻസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കോൺഫിഡൻസ് സ്റ്റേറ്റ്മെന്റിൽ ഈ ഒരു ആൻസർ എൻഡ് ചെയ്യാം. ഓക്കെ. ഇത് എയിം ചെയ്യുന്നത് 500 to 600 വേർഡ്സിൽ നിങ്ങൾ 20 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ ഇങ്ങനെ വേണം എഴുതാൻ. ഇനി സ്ട്രക്ചറിങ് തിയറി ആൻഡ് ഡിസ്കഷൻ ആൻസേഴ്സ്. അപ്പൊ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ആ തിയറി ക്ലിയർലി ഡിഫൈൻ ചെയ്യുക. ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു, എപ്പോ പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതൊരു തിയറി, ഇപ്പൊ പോസ്റ്റ് കൊളോണിയൽ തിയറി ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് കൊളോണിയൽ തിയറി എന്താണെന്ന് എഴുതുക. അതിന്റെ മെയിൻ സ്റ്റേറ്റ്, അത് പോസ്റ്റ് കൊളോണിയൽ തിയറി
എന്താ പറയാ സ്റ്റേറ്റ് ചെയ്ത ആള്, അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആള് എപ്പോഴാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ അത് എഴുതുക. ഇനി എക്സ്പ്ലെയിൻ കോർ കോമ്പണന്റ് സ്റ്റേജസ് യൂസിങ് SLM ടെർമിനോളജി. അപ്പൊ നിങ്ങൾ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസിൽ ഒരുപാട് ടെർമിനോളജീസ് തന്നിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ ഒരു പോസ്റ്റ് കൊളോണിയൽ തിയറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒക്കെ അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ കോർ കോമ്പോണൻസ്, ആ ഒരു പോസ്റ്റ് കൊളോണിയൽ തിയറിയിൽ വരുന്ന കോർ കോമ്പോണൻസ്, പിന്നെ നെഗ്രിറ്റ്യൂഡ്, അങ്ങനെ ഒരുപാട് ടേംസ് ഉണ്ട് പോസ്റ്റ് കൊളോണിയൽ തിയറിയിൽ. നമ്മൾ ഒരുപാട് ടേംസ് പഠിക്കുന്നുണ്ട്, ഓറിയന്റലിസം. സോ അങ്ങനെ ആ ഒരു ടേംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ഒരു കോർ കോമ്പോണൻസ് അല്ലെങ്കിൽ അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്. ഇപ്പൊ ഫെമിനിസം ഒക്കെ എടുക്കുകയാണെങ്കിൽ 3 സ്റ്റേജസ് ഓഫ് ഫെമിനിസം ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി എന്താണ് ഡിസ്കസ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഫോർ മാനേജേഴ്സ്. അപ്പോൾ ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഇപ്പൊ കറന്റ്ലി വരുന്ന മോഡേണിൽ അതുകൊണ്ടുണ്ടായിരുന്ന കാര്യങ്ങൾ അതൊക്കെ ആഡ് ചെയ്യാം. ഇനി എന്താണ് അതിന്റെ ലിമിറ്റേഷൻസ്, ഓരോ തിയറിയുടെ ലിമിറ്റേഷൻസ് എന്താണ്, അതിന് വന്നിട്ടുള്ള ക്രിറ്റിസിസം എന്താണ്, അല്ലെങ്കിൽ അതിന് നെക്സ്റ്റ് ഇപ്പം ഫോർ എക്സാമ്പിൾ മോഡേൺ തിയറിനെ ഒപ്പോസ് ചെയ്തിട്ടാണ് പോസ്റ്റ് മോഡേൺ തിയറി വന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ഇനി കണക്ട് ടു മോഡേൺ പ്രാക്ടീസ് ഓർ റിലേറ്റഡ് തിയറീസ്. ആസ് ഐ സെഡ്, നമ്മൾ എന്താണ് മോഡേണിൽ അതെങ്ങനെ റെലവെന്റ് ആവുന്നുണ്ട്, അതുപോലെ അതിനെ ബേസ് ചെയ്തിട്ട് വന്ന വേറെ തിയറീസ് എന്തൊക്കെയാണ്, അതൊക്കെ ഇപ്പൊ കൾച്ചറൽ മെറ്റീരിയൽസിനും ന്യൂ ഹിസ്റ്റോറിസിസം അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഒരുപാട് തിയറീസ് വന്നിട്ടുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ടും നമ്മൾ എന്താണ് നമ്മുടെ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇനി ഡിസ്കസ് വേഴ്സസ് എക്സ്പ്ലെയിൻ ക്വസ്റ്റ്യൻ. ഇപ്പൊ നമുക്ക് കാണാം ഡിസ്കസ് ദ ഫോളോയിങ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഫിഗർ ഓഫ് സ്പീച്ച് വരാം, അല്ലെങ്കിൽ ഡിസ്കസ് വെദർ ദി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം. ഡിസ്കസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ്പ്ലെയിനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പൊ ഡിസ്കസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു ബാലൻസ്ഡ് അനാലിസിസ് ആണ് ചോദിക്കുന്നത്. അതായത് അവിടെ നമുക്ക് ആ ഒരു കാര്യം, ഇപ്പം ഫോർ എക്സാമ്പിൾ ഡിസ്കസ് പോസ്റ്റ് കൊളോണിയൽ തിയറി അല്ലെങ്കിൽ ഡിസ്കസ് എനി അങ്ങനെ ഡിസ്കസ് പോലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്താണ് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്, ആ ഒരു കാര്യത്തെ കുറിച്ചിട്ടുള്ള മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് എഴുതണം. പ്രോസ് ആൻഡ് കോൺസ്, അതിന്റെ പ്രോസ് അതായത് അതിന്റെ ബെനിഫിറ്റ്സും അതിന്റെ ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എഴുതുക. പിന്നെ ട്രേഡ് ഓഫ്സ് മീൻസ് വേഴ്സസ് ആണ്, അതായത് ഈ ഒരു കാര്യം വേഴ്സസ് ദി അതർ തിങ്. അപ്പം ഇതിന് ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ, അപ്പൊ ഇതൊരു ഡിസ്കഷൻ ആണ്. അപ്പൊ നമ്മളൊരു കമ്പാരിസൺ പോലെ ചെയ്യുന്നതാണ് ഈ ഒരു ട്രേഡ് ഓഫ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മറ്റൊരു കാര്യത്തേറ്റ് കമ്പയർ ചെയ്യുന്നതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ ആഡ് ചെയ്യണം. ഇനി എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ഡെപ്ത് ആൻഡ് ക്ലാരിറ്റി. എക്സ്പ്ലെയിൻ എന്താണ്, നമ്മൾ ആ ഒരു ഡെപ്ത് കംപ്ലീറ്റ് ആയിട്ട് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇൻ ഡീറ്റെയിൽ തന്നെ കൊടുക്കണം, ക്ലിയർ ആയിട്ട്. അതായത് നമുക്ക് ഉള്ള ഒരുപാട് കോമ്പണൻസ്, നമുക്ക് ഒരുപാട് പോയിന്റ്സ് ഉണ്ടാവും, അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തറോലി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത് എഴുതണം. പിന്നെ എങ്ങനെയാണ് അതൊക്കെ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളതും നമ്മൾ കാണിക്കണം. ഓക്കെ, നെവർ ടേക്ക് എൻ എക്സ്ട്രീം പൊസിഷൻ ഇൻ ഡിസ്കസ് ആൻസേഴ്സ്, എക്നോളജ് ട്രേഡ് ഓഫ്. ഇപ്പൊ നമ്മൾ ഡിസ്കസിൽ ഒരിക്കലും നമ്മൾ പോയിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കരുത്. അല്ലെ, ഡിസ്കസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നമ്മളൊരു എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കരുത്. എന്താണോ കറക്റ്റ് ആയിട്ട് വേണ്ടത്, എന്താണ് ഡിസ്കസിൽ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു കമ്പാരിസൺ ലെവലിലാണ് ക്വസ്റ്റ്യൻസ് പോകുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഡിസ്കസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ടൈം മാനേജ്മെന്റ് ഡ്യൂറിങ് എക്സാംസ്, എങ്ങനെ നിങ്ങൾ എക്സാമിന് ടൈം മാനേജ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഒരു 5 മിനിറ്റ് ഒരു കൂൾ ഓഫ് ടൈം ഒക്കെ നമുക്ക് കിട്ടും. ആ ഒരു ടൈമിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ റീഡ് ഓൾ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി. അല്ലെ, നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും കെയർഫുൾ ആയിട്ട് വായിക്കണം. ഐഡന്റിഫൈ ദ വൺസ് യു ആർ മോസ്റ്റ് കോൺഫിഡന്റ് അബൌട്ട്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചിട്ട് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാം അറിയാം എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് കറക്റ്റ് പോയിന്റ്സ് ഒക്കെ അറിയാം, ഇത് അത്യാവശ്യം എഴുതാൻ പറ്റും എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊക്കെ ഏതാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കണം. ഓക്കെ, ആദ്യത്തെ 5 മിനിറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. ഇനി നെക്സ്റ്റ് 30 മിനിറ്റ്സ്, ആദ്യത്തെ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന 30 മിനിറ്റുകൾ നിങ്ങൾ എല്ലാ ആൻസേഴ്സും എഴുതുക. ബോഡി എഴുതുക, ഇൻട്രൊഡക്ഷൻ എഴുതുക, ബോഡി എഴുതുക, കൺക്ലൂഷൻ എഴുതുക, എല്ലാ ആൻസേഴ്സും കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ നമ്പർ അനുസരിച്ച് നിങ്ങൾ എഴുതുക. ഇനി നെക്സ്റ്റ് 6 മിനിറ്റ്സ്, ഈ ഒരു 30 മിനിറ്റ്സ് നിങ്ങൾ ഈ ഒരു ആൻസേഴ്സും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ഇനി നെക്സ്റ്റ് 6 മിനിറ്റ്സ് നിങ്ങൾ എന്താ ചെയ്യുക, എല്ലാ ആൻസറും എന്താണ് റിവ്യൂ ചെയ്യുക. മിസ്സിംഗ് വേർഡ്സ് ഉണ്ടോ, ക്ലാരിറ്റി ഉണ്ടോ, കറക്ഷൻസ് ഉണ്ടോ, ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ടോ, ഇതൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് റിവ്യൂ ചെയ്യാം.
ഇനി അവസാനത്തെ 15 മിനിറ്റ് നിങ്ങൾ എന്താ ചെയ്യുക, ഫൈനൽ റിവ്യൂ ഓഫ് ഓൾ ആൻസേഴ്സ് അല്ലെ, എല്ലാ ആൻസേഴ്സും ഒന്നുകൂടി വായിച്ചിട്ട് ഇനി കറക്ഷൻസ് ഉണ്ടോ വീണ്ടും ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഒരിക്കലും നിങ്ങൾ റീറൈറ്റ് ചെയ്യരുത്. ആ ഒരു ടൈമിൽ നിങ്ങൾ ഇത് പോരാന്ന് വിചാരിച്ചിട്ട് വേറെ ആൻസർ എഴുതരുത്. അതിപ്പോ നിങ്ങളൊരു ഇൻട്രൊഡക്ഷൻ ബോഡിയൊക്കെ ഉള്ള ഒരു ഷോർട്ട് നോട്ട് എഴുതി, ഇപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് പോരാ, ഇത് കുറച്ചുകൂടി ഇൻക്ലൂഡ് ചെയ്ത് വേറൊരു മോഡൽ ടൈപ്പിൽ എഴുതാം എന്ന് വിചാരിച്ചിട്ട് വീണ്ടും റീറൈറ്റ് ചെയ്യരുത്. സോ അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ടെൻഷൻ ആവും, ടൈം കുറയും. അപ്പോൾ എന്താണ് ബാക്കി ആൻസേഴ്സ് ഒന്നും നോക്കാനുള്ള ടൈം ഉണ്ടാവില്ല. സോ എന്താണ് നമ്മൾ ആ ഒരു ലാസ്റ്റ് 15 മിനിറ്റ് നമ്മൾ എപ്പോഴും ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണോ, കറക്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി ആണ്. എപ്പോഴും നമ്മളൊരു ആൻസർ എഴുതുമ്പോൾ ഒരുപാട് വാരി വലിച്ച് എഴുതുകയല്ല, ബട്ട് എഴുതുന്ന കാര്യങ്ങൾ എന്താണ് ഭയങ്കര ക്വാളിറ്റിയോട് കൂടി എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു വെൽ സ്ട്രക്ചേർഡ് 400 വേർഡ് ആൻസർ എന്താണ്, ഒരു എന്തൊക്കെയോ എഴുതി കൂട്ടി ഒരു 4-5 പേജിൽ എഴുതി കൂട്ടി 800 വേർഡ്സ് ആൻസേഴ്സിനെക്കാട്ടിലും എപ്പോഴും സ്കോർ ചെയ്യാൻ ചാൻസ് ഇതാണ് 400 വേർഡ്സ് പോയിന്റ്സ് ആണ് അല്ലെ. ഇപ്പൊ നമ്മൾ എക്സാംസ് ഒക്കെ എപ്പോഴും എഴുതുമ്പോഴും നമ്മളോട് എപ്പോഴും നമ്മുടെ ടീച്ചേഴ്സ് പറയാം ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി ആണ്. ഒരുപാട് എന്തൊക്കെയോ എഴുതിയിട്ട് കാര്യമില്ല, എഴുതുന്ന കാര്യങ്ങൾ നല്ല വൃത്തിക്ക് കറക്റ്റ് പോയിന്റ്സ് വെച്ചിട്ട് എഴുതുന്നതാണ് എപ്പോഴും ബെറ്റർ. ഓക്കെ, ഇതാണ്. സോ നമ്മൾ എങ്ങനെ ഒരു എക്സാമിന് ടൈം മാനേജ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രാക്ടീസ് സെറ്റ് A and B അതിന്റെ ഫുൾ വർക്ക്ഡ് ഔട്ട് ആയിട്ടുള്ള ആൻസേഴ്സ്, മോഡൽ ആൻസേഴ്സ് വേണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കംപ്ലീറ്റ് PYQ ബുക്ക്ലെറ്റ് വിത്ത് ഓൾ ആൻസേഴ്സ്. ഇപ്പൊ നമ്മളിവിടെ കംപ്ലീറ്റ് PYQ ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോ അതിന്റെ ഒരു ബുക്ക്ലെറ്റും വിത്ത് ആൻസേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഉള്ള ബുക്ക്ലെറ്റ്, അതിന്റെ കംപ്ലീറ്റ് ആൻസേഴ്സ് ഷോർട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്താണ് ഞങ്ങളുടെ ഈ ഒരു ലേൺ വൈസിൽ ജോയിൻ ചെയ്യുക. ഈ ഒരു ലേൺ വൈസിലൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണലൈസ് ഗൈഡൻസ്, നിങ്ങളെ ആൻസർ പ്രസന്റേഷനും എക്സാം സ്ട്രാറ്റജിയും എങ്ങനെ ചെയ്യണം എന്നുള്ളത്, നിങ്ങളൊരു ആൻസർ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ്, പേഴ്സണലൈസ് ഗൈഡൻസ്, നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗൈഡൻസ് തന്നെ നമ്മൾ നൽകുന്നതാണ്. അതുപോലെ തന്നെ ഇതേപോലെ ഇപ്പൊ സെറ്റ് A പോലെ തന്നെ ഒരുപാട് ടൈപ്പ് സെറ്റ് ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സ് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് എന്താണ് അതിലേക്ക് നിങ്ങൾക്ക് ആക്സസ് ലഭിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ലേൺ വൈസിൽ എൻറോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡു ഗിവ് എ കോൾ ഓർ വാട്സ്ആപ്പ്, ഒന്നെങ്കിൽ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുക, താഴെ കൊടുത്ത നമ്പറിലേക്ക് കോൾ ചെയ്യുക, വാട്സ്ആപ്പ് ചെയ്യുക ചെയ്യാം. നമ്മുടെ ടീം പെട്ടെന്ന് തന്നെ നിങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾ ഈ ഒരു ലേൺ വൈസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ലഭിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താണ് പ്രാക്ടീസ് സെറ്റ് Aന്റെയും Bന്റെയും ഫുൾ വർക്ക്ഡ് ഔട്ട് ആൻസേഴ്സ് കിട്ടും. അതേപോലെ കംപ്ലീറ്റ് PYQ ബുക്ക്ലെറ്റ് വിത്ത് ഡീറ്റെയിൽഡ് ആൻസേഴ്സ് ആണ്. എല്ലാ ക്വസ്റ്റ്യനും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആൻസേഴ്സ് കൊടുത്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് ബുക്ക്ലെറ്റ്, PYQ ബുക്ക്ലെറ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എക്സ്ട്രാ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സ്, എല്ലാ ലേറ്റസ്റ്റ് എക്സാംസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഇപ്പൊ നമ്മൾ സെറ്റ് A മാത്രമാണ് ഹൈ പ്രോബബിലിറ്റി ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ ഡിഫറെന്റ് സെറ്റ്സ് ഓഫ് ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്ട്രക്ചേർഡ് ഗൈഡൻസ് കിട്ടും, അതായത് ഒരു ആൻസർ എങ്ങനെ പ്രസന്റ് ചെയ്യണം, അത് നമ്മളെ പ്രസന്റേഷൻ അനുസരിച്ചിട്ട് എത്ര സ്കോർ നമുക്ക് ലഭിക്കും, എങ്ങനെ പ്രസന്റ് ചെയ്താലാണ് കൂടുതൽ സ്കോർ ലഭിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഒരു സ്ട്രക്ചേർഡ് ഗൈഡൻസ്, മെന്റർ സപ്പോർട്ട്. നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന്റെ മുന്നേ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാന്, എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു എക്സാം എഴുതുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒരു പേപ്പർ എങ്ങനെ തറോ ആയിട്ട് പ്രിപ്പയർ ചെയ്യണം, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മെന്റർ സപ്പോർട്ട്, പേഴ്സണലൈസ് മെന്റർ സപ്പോർട്ട് കിട്ടും. പിന്നെ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ലേൺ വൈസ് അഡ്വാൻസ് ലേണിംഗ് എക്കോസിസ്റ്റത്തിലേക്ക് ഒരു എൻട്രി ആണ്, ഒരു ആക്സസ് കിട്ടുകയാണ്. നിങ്ങൾക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആവും. കാരണം നമ്മൾ പ്രൊവൈഡ് ചെയ്തിരുന്നത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ആപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക, ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ട് ഈ ഒരു ലേൺ വൈസിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിന്റെ ഒരു റെക്കോർഡഡ് ക്ലാസ്സസ് ഫസ്റ്റ് തന്നെ അവൈലബിൾ ആവും. അതില് എല്ലാ യൂണിറ്റ് വൈസ് നമ്മൾ എല്ലാ ക്ലാസ്സസും പ്രിപ്പയർ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് അവൈൽ ചെയ്യാം. നിങ്ങളുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു എല്ലാ റെക്കോർഡ് ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ക്രിസ്പ് നോട്ട്, ആ ഒരു യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സ് അവൈലബിൾ ആവും. അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള PYQസും അവൈലബിൾ ആവും. പിന്നെ അതുപോലെ തന്നെ എല്ലാ റെക്കോർഡ് ക്ലാസ്സിന് ശേഷവും നിങ്ങൾക്ക് ഒരു ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താം, ടോപ്പിക്സ് ക്ലാരിറ്റി വരുത്താം, നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം.
പിന്നെ നിങ്ങൾക്ക് ബേസ്ഡ് ഓൺ ടൈം ടേബിൾ നിങ്ങൾക്ക് ലൈവ് റിവിഷൻ ക്ലാസ്സസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ എക്സാമിന്റെ ഒരു മാസം മുന്നേ നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ ഒരു ഫുള്ളി പാക്ഡ് ആക്കാൻ വേണ്ടിയിട്ട് മോഡൽ എക്സാംസ് ഉണ്ടാവും, റിവിഷൻ ക്ലാസ്സസ് ഉണ്ടാവും, ഡൗട്ട് ക്ലിയറൻസ് ക്ലാസ്സസ് ഉണ്ടാവും. പിന്നെ ഓരോ റിവിഷൻ ക്ലാസ്സിന് ശേഷവും ഓരോ മോഡൽ എക്സാംസിന് ശേഷവും നിങ്ങൾക്ക് എക്സാം സ്പെഷ്യൽ റിവിഷൻ ക്ലാസ്സസ് ഉണ്ടാവും. എങ്ങനെ ഒരു എക്സാമിന് അപ്പിയർ ചെയ്യണം, എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു എക്സാംസ് എഴുതേണ്ടത്, അതിന്റെ ആൻസേഴ്സ് എങ്ങനെ ക്യൂറേറ്റ് ചെയ്യണം, അതിനെ ബേസ് ചെയ്തിട്ടും PYQ ക്ലാസ്സസ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് എന്താണ് പേഴ്സണലൈസ്ഡ് ഒരു മെന്റർ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു മെന്റർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് ഒരു മെന്ററിനെ തരും. ആ മെന്ററിനോട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ്, കാര്യങ്ങൾ, അതുപോലെ തന്നെ എക്സാം പ്രിപ്പറേഷൻ, സ്ട്രാറ്റജീസ്, നിങ്ങൾ എന്താണ് കംപ്ലീറ്റ്ലി ഒരു എക്സാമിനെ എങ്ങനെ പ്രിപ്പയർ ആക്കാം എന്നുള്ളത് ഇവിടെ ആ ഒരു മെന്റർ വഴി നിങ്ങൾക്ക് എന്താണ് എങ്ങനെ ഒരു എക്സാമിന് കംപ്ലീറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ അതാണ് നിങ്ങൾക്ക് ഈ ഒരു ലേൺ വൈസിൽ ജോയിൻ ചെയ്യുന്നതോട് കൂടി ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ആസ് ഐ സെഡ് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് കോളോ വാട്സപ്പോ ചെയ്യുക. നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളെ ഈ ഒരു എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ജേർണി, നിങ്ങളുടെ ഒരു ഗ്രാജുവേറ്റ് ആവണം അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആവണം എന്നുള്ള ആ ഒരു ജേർണിയിൽ നമ്മളും നിങ്ങളെ ഫുള്ളി പാക്ഡ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ TU exam. Subscribe for more PYQA videos. Thank you so much for watching. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.